ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനേഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് ഒയുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനുണ്ട്. അപ്പം നമ്മൾ പലരും ഹൈക്കോർട്ട് ഒയുടെ ഇൻ്റർവ്യൂ ആണ് അടുത്ത കടമ്പ എന്നറിയാം അല്ലേ. ഇപ്പം റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് വന്നു, ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഹൈക്കോർട്ട് ഒയെ ഇൻ്റർവ്യൂവിൻ്റെ പഴയകാല പാറ്റേൺ എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ തവണകളിലും ഒരുപാട് കുട്ടികൾ എനിക്കുണ്ടായിരുന്നു ഹൈക്കോർട്ട് ഒയ്ക്ക്. അപ്പം അവരെ പരിശീലിപ്പിച്ച അധ്യാപിക എന്ന നിലയിൽ അവരുടെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞ തവണകളിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാദ്യം മനസ്സിലാക്കുക, ഹൈക്കോർട്ട് ഒയെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അറ്റൻഡ് ചെയ്യാം, വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടൊരു ബോർഡ് ഉണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ. അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം, എങ്ങനെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക? 10 മാർക്കാണ്, മിനിമം 3.5 നമുക്ക് കിട്ടും. എന്നാലും നമുക്കെങ്ങനെയാണോ 9, 10, 8 ഒക്കെ നേടാൻ സാധിക്കുക? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിലാദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റി ബേസ് ചെയ്ത ചോദ്യങ്ങളുണ്ടാകും. അതെന്ത് ചോദ്യങ്ങളാണ്? അതായത് നമ്മൾ കടന്നു വരുന്ന നമ്മുടെ പേഴ്സണൽ ചോദ്യങ്ങളില്ലേ, നമ്മൾ കടന്നു വരുന്ന ഫാമിലി, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലേ, ഇവയൊക്കെ പറ്റിയും കൃത്യമായ ധാരണയുണ്ടാവണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ക്യുസാറ്റ്, ഇപ്പം ഞാൻ എൻ്റെ അക്കാഡമിക്ക് ക്യുസാറ്റിലാണ് പഠിച്ചത്. ക്യുസാറ്റ് എന്ന് പറയുന്ന എൻ്റെ അക്കാഡമിക്കിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ട് ഇന്ന് ക്യുസാറ്റ് ഏത് വർഷമാണ് ക്യുസാറ്റ് ഫോം ചെയ്തത്? അല്ലെങ്കിൽ ക്യുസാറ്റിൻ്റെ ചാൻസലർ ആരാണ്, വൈസ് ചാൻസലർ ആരാണ്, ക്യുസാറ്റിൻ്റെ ആപ്തവാക്യം എന്താണ്? ഇതെൻ്റെ ബയോഡേറ്റ ഫോമിലുള്ള കാര്യമാണ് അല്ലേ, എൻ്റെ ബേസിക് ഇൻഫർമേഷനാണ്. ഇത് ആ സമയത്ത് ചോദിക്കുമ്പോൾ ഞാൻ പാനിക്കാവേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ഞാൻ കടന്നു വരുന്ന സ്ഥലം എറണാകുളമാണ് അല്ലെങ്കിൽ കളമശ്ശേരിയാണ്. എന്താണ് കളമശ്ശേരിയുടെ പ്രത്യേകത? കളമശ്ശേരിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഇങ്ങനെ ഞാൻ എൻ്റെ സ്ഥലത്തെപ്പറ്റി ചോദിക്കുന്നു. ഇനിയും കളമശ്ശേരിയിൽ ഏതെങ്കിലും നിങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ എറണാകുളം കാക്കനാട് പ്രദേശത്ത് ഏതെങ്കിലും കലാകാരന്മാർ ജീവിച്ചിരുന്നോ? ചെമ്മനം ചാക്കോ സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇതെന്താണ്? എൻ്റെ നാടിനെ പറ്റിയും എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റിയുമുള്ള ചോദ്യങ്ങളാണ് അല്ലേ. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യം ബേസിക് ഇൻഫർമേഷൻ നമ്മുടെ നാടിനെ പറ്റി, അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച സ്ഥാപനത്തെപ്പറ്റി ഒക്കെയുള്ള ബേസിക് ഇൻഫർമേഷനെ ബേസ് ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പം ക്ലാരിറ്റി ആയിട്ട് ഉത്തരങ്ങൾ പറയാൻ ആദ്യം പ്രിപ്പയർ ചെയ്യുക അല്ലേ. ഞാൻ കടന്നു വരുന്നത് ഇവിടെ നിന്നാണ്, എൻ്റെ നാടിതാണ്, അല്ലെങ്കിൽ അതിനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി ആൻസർ പറയാൻ സാധിക്കണം. ഇനിയും അവർ ചോദിക്കുകയാണ്, അടുത്ത ചോദ്യങ്ങൾ കഴിഞ്ഞ തവണകളിൽ കണ്ടതാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമുക്കുള്ളത്, എന്നിട്ട് എന്തുകൊണ്ടാണ് OA പോലൊരു പോസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും വ്യക്തമായ ആൻസർ, നമ്മുടെ അഭിപ്രായം, അടുത്തൊരു ജോലി കിട്ടിയാൽ നിങ്ങൾ പോകില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, നമ്മളെ ട്രിഗർ ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടാകും. അതിന് നമ്മളുടേതായ രീതിയിൽ വ്യക്തമായ ആൻസർ നമുക്ക് പറയാൻ സാധിക്കണം. ഇൻ്റർവ്യൂ ചിലർക്ക് പേടിയായിരിക്കും, അപ്പോൾ കൂടുതൽ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിന്, ഇപ്പം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ മോക്ക് ഇൻ്റർവ്യൂയിലൂടെ തന്നെ പരിശീലിപ്പിക്കും. അപ്പോൾ അവർക്ക് അവരെ കാണാൻ പറ്റും. 1 to 1 നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ കറക്ഷൻ പോയിന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതേ രീതിയിൽ ഓരോ വ്യക്തികളെയും കൃത്യമായി ട്രെയിൻ ചെയ്ത് CC നൽകുന്നതായിരിക്കും. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ അതിന് താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ഇൻ്റർവ്യൂ കോച്ചിങ്ങിന് വേണ്ടിയും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോദിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? നമ്മൾ പഠിക്കേണ്ട കുറച്ച് മേഖലകൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കൃത്യമായ വാർത്ത പ്രാധാന്യം നമ്മുടെ ചോദ്യങ്ങളിലെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പത്രവാർത്തകൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി പേഴ്സണാലിറ്റിയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അഭിപ്രായ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് റീസെൻ്റ് പത്രവാർത്തകളിൽ നിന്ന്, ഇപ്പം സമാധി ഒരു ഹോട്ട് ടോപ്പിക്കായിരുന്നു ഈയിടെ, അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ രൂപീകരണ ചോദ്യങ്ങളുണ്ടാകും അല്ലേ. അത് പറയണമെങ്കിൽ എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞു പോരുകയല്ല. അഭിപ്രായം എന്തായിരിക്കണം? നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ അഭിപ്രായ രൂപീകരണം ലെവലിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുക.
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു വെക്കുക. ഇപ്പം ഹേമ കമ്മിറ്റി ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നവംബർ മാസത്തിൽ പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നത്, ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ശരിയാണോ? ഒരൊറ്റ വാക്കിൽ ആൻസർ പറയാനല്ല, എന്താണ് ഹേമ കമ്മിറ്റി എന്ന് അറിയണം. ഹേമ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെന്നും അറിയണം. ഹേമ കമ്മിറ്റിയുടെ പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ശുപാർശ എന്തായിരുന്നു പറയാം അല്ലേ. അപ്പോൾ കമ്മിറ്റി എന്താണ് ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മീഷൻ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചർച്ചകളായതാണ്. അങ്ങനെയുള്ള പദങ്ങൾ ചിലപ്പം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് പത്രവാർത്തയ്ക്ക് പുറകിലെ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പത്രവാർത്തയ്ക്ക് പുറകിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കോടതികളുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ വായിച്ചു നോക്കുന്നത് കഴിഞ്ഞ തവണകളിൽ ഈ മേഖലകളിൽ നിന്നായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ ആ മേഖലകൾ ഇനിയും വരാൻ പോകുന്ന ഇൻ്റർവ്യൂസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് മേഖലകൾ ഞാൻ വായിച്ചു പറയാം. ഹേമ കമ്മിറ്റി നവംബറിൽ പറഞ്ഞതാണ് അല്ലേ. ഇനിയും ഭരണഘടനയുടെ 30-ാം വകുപ്പ് മതഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം അല്ലേ, അതെന്താണെന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി റദ്ദാക്കിയുമായി ബന്ധപ്പെട്ട വാർത്ത ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, പത്രവാർത്തയുമായി ബന്ധപ്പെട്ടും ഈ വാർത്ത പ്രാധാന്യമുള്ളതാണ്. അപ്പം ഇതേ തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങൾ തൊട്ടുള്ളത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ 6 months നമുക്ക് ലഭ്യമാകും. അത് വെച്ച് പഠിച്ചു തുടങ്ങുക. അടുത്തത് ഞാനൊരു വാർത്ത പറയാം. എല്ലാ സ്വകാര്യ സ്വത്തും സമൂഹത്തിൻ്റെതാണെന്നുള്ള ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വാദം തിരുത്തി സുപ്രീം കോടതി. ഏകദേശം 47 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വലിയ കാര്യം തിരുത്തലുണ്ടായത് അല്ലേ. എല്ലാ സ്വകാര്യ സ്വത്തും സമൂഹത്തിൻ്റെതാണെന്നുള്ളൊരു വാർത്ത. ഇനിയും പുതിയ അപ്പോയിൻമെൻറ്റ്സ്, അതെന്തൊക്കെ വായിക്കാം. ചീഫ് ജസ്റ്റിസ് മാറുന്നുണ്ടാകും, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മാറുന്നുണ്ടാകും. ഇങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റ്സ് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഹൈക്കോടതികൾ അഡ്ഹോക്ക് നിയമനം. സുപ്രീം കോടതിയുടെ ഉത്തരവായിരുന്നു. അത് ആർട്ടിക്കിൾ 224A ആയിരുന്നു. അതിൻ്റെ ഹൈക്കോടതികളിൽ അഡ്ഹോക്ക് നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത. അപ്പം ഇങ്ങനെയുള്ള ചില ഹൈക്കോടതികൾ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതായത് ചിലപ്പം ഭരണഘടന സ്കൂളുകളിൽ വായിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ ബസ്സുകളുമായി ബന്ധപ്പെട്ട് ചില ഹൈക്കോടതികൾ ചില പ്രത്യേക പരാമർശങ്ങൾ കൊണ്ടുവരും. അത് ഏത് ഹൈക്കോടതിയാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ളത് ക്ലാരിറ്റി ആയിട്ട് വായിച്ചു വയ്ക്കുക. പിന്നെ ചില നഗരങ്ങൾക്ക് അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾക്ക് നമ്മുടെ നീതിന്യായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പദവികൾ ലഭിക്കും. ഇപ്പം കൊല്ലം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോർട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പഠിച്ചു വയ്ക്കുക. അതെവിടെയാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ആ ഹൈക്കോടതി എവിടെയാണ് നിലവിൽ, ഹൈക്കോടതിക്ക് ഇതിന് പ്രത്യേകതകൾ വരുന്നത്, ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ന്യൂസുകളാണ്. അടുത്തത് ബോഡി ഷേമിങ് കർശന നിലപാട് കൊണ്ടുവന്ന ഹൈക്കോർട്ട് ഏത്? കേരള ഹൈക്കോടതി ജാനുവരിയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ന്യൂസാണ്. അപ്പോൾ പഠിക്കേണ്ട മേഖലകൾ നിയമവുമായി ബന്ധപ്പെട്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളിൽ നിന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക. 6 monthsനെങ്കിലും മിനിമം കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഒരു ചോദ്യം അറിയാവുന്നതാണ്, അറിയാത്തതാണ്, അതിന് ആൻസർ പറയാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകുക. അറിയാത്ത കാര്യമാണെങ്കിൽ അറിയത്തില്ല എന്ന് പറയുക. എല്ലാം പഠിച്ചു വെച്ചിട്ട് ശേഷം മാത്രമല്ല നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ വളരെ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രിപ്പറേഷനോടുകൂടി പോകുക. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ വന്നെന്ന് കരുതാം, ചിലപ്പോൾ വന്നില്ലെന്നും കരുതാം. പക്ഷെ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർവ്യൂ പരിശീലനം എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിരിക്കാം. ഇനിയും ഇൻ്റർവ്യൂവിൽ പ്രതീക്ഷിക്കാവുന്ന കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും യൂട്യൂബിലേക്ക് വീഡിയോസുമായിട്ട് എത്തുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.